നോമ്പ് നാളുകൾ ആത്മപരിശോധനയുടെ ദിനങ്ങളാണ്. ഈ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവവചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായ തിരിഞ്ഞുനോട്ടത്തിനും തിരുത്തലിനും മുഖാന്തരമായി തീരട്ടെ. ഇന്ന് ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം രൂത്ത് 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. സ്വന്തം കുടുംബത്തിനു വേണ്ടി നിലനിന്ന് കുടുംബത്തെ സ്നേഹിച്ച് ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിച്ച അനുഭവമാണ് രൂത്തിൻ്റേത്. ദൈവത്തിൻ്റെ സർവശക്തിയിലാണ് ലോകത്തിൻ്റെ നിലനിൽപ്പ്. ജീവനും ക്രമവും പ്രത്യാശയും ദൈവത്തിൻ്റെ സർവശക്തിയാൽ നിരാശാജനകമായ അവസ്ഥയിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൈവരുന്നു. ദൈവത്തിൻ്റെ സർവശക്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സജീവ സാന്നിധ്യവും ക്രിയാത്മകമായ ഇടപെടലിലും നമ്മുടെ എല്ലാ ധാരണകൾക്കും അപ്പുറത്തുമാണ്. രൂത്തിനെ ഒരു കുടുംബ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ച ഈ അധ്യായം വിവരിക്കുന്ന സംഭവ കഥകൾ അതാണ് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിലുള്ള വിശ്വാസം ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ഒരു ഘടകമാണ്. ആ വിശ്വാസം തന്നിൽ തന്നെ വയ്ക്കാതെ ചുറ്റുമുള്ളവർക്ക് കൈമാറി അവരെയും വിശ്വാസ പാരമ്പര്യത്തിലേക്കും സന്തോഷത്തിലേക്കും കൈപിടിച്ച് നടത്തുന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. നവോമിയുടെ വിശ്വാസ പിന്തുടർച്ചക്കാരിയായി രൂത്ത് കുടുംബത്തിൽ നിലനിൽക്കുന്നു. പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച രൂത്ത് പരസ്പര ബന്ധത്തിൻ്റെയും അർത്ഥവത്തായ കുടുംബ ബന്ധത്തിൻ്റെയും ദൈവബന്ധത്തിൻ്റെയും മാതൃക ലോകത്തിന് സമ്മാനിക്കുന്നു. മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മുൻകൂട്ടി കണ്ട് അതിൽ പങ്കാളിയാകുവാൻ രൂത്തിന് സാധിക്കുന്നു. ഈ നോമ്പ് ദിനങ്ങളിൽ സാക്ഷ്യമുള്ള കുടുംബ ജീവിതം നയിക്കുവാൻ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുന്നതിനും അർത്ഥവത്തായി ദൈവഹിതത്തോട് പ്രതികരിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുന്നതിനും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.